ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതനിരകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് പശ്ചിമഘട്ടം നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറുള്ള പർവ്വതനിരയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. 2695 മീറ്റർ ആണ് ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ പഞ്ചായത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ അല്ലെങ്കിൽ ഉപദ്വീപ് ഇന്ത്യയിലെ ഹിമാലയത്തിലല്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. പളനി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നതും കൊടൈക്കനാൽ തന്നെയാണ്. പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. 2640 മീറ്റർ ആണ് ഉയരം. പശ്ചിമഘട്ടം ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ച് കിടക്കുന്നു. ശരാശരി ഉയരം 900 മുതൽ 1600 മീറ്റർ വരെയാണ്. ദ ഗ്രേറ്റ് എസ്കാർപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നും തമിഴ്നാട്ടിലും കർണാടകയിലും അറിയപ്പെടുന്നത് നീലഗിരി മല എന്നുമാണ്. കേരളത്തിൽ ഇത് സഹ്യപർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ എന്ന പേരിലും കേരളത്തിൽ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ജൂലൈ 1 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടന്ന യോഗത്തിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പ്രദേശമായി തിരഞ്ഞെടുത്തത്. പശ്ചിമഘട്ടത്തിലെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം 39. കേരളത്തിൽ 20 എണ്ണമാണ് ഉള്ളത്. IUCN റെഡ് ഡേറ്റ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു. നീലഗിരി താർ, സിംഹവാലൻ കുരങ്ങുകൾ തുടങ്ങിയവയാണ് അവ. ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കടുവ സങ്കേതങ്ങൾ, റിസർവ് വനങ്ങൾ തുടങ്ങിയ നിരവധി സംരക്ഷിത പ്രദേശങ്ങൾ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. പശ്ചിമഘട്ടം ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഇന്ത്യയിലെ പരിസ്ഥിതി ലോല മേഖലകളായി നിർണയിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ പ്രണോബ് സെൻ കമ്മിറ്റി. 2000 പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റി 2011 ഓഗസ്റ്റ് 31 റിപ്പോർട്ട് സമർപ്പിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ 64% പ്രദേശം പരിസ്ഥിതി ലോലമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് റിവ്യൂ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2013 ഏപ്രിൽ 15. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ 37% പ്രദേശം പരിസ്ഥിതി ലോലമാണ്. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ടതാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനും അതുപോലെ പരിശോധിക്കാനും കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ കമ്മിറ്റി.
ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളെ കുറിച്ച് നോക്കാം. മാതറൻ, ലോണാവാല, അംബോലിഘട്ട്, മഹാബലേശ്വർ ഇവ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുദ്രേമുഖ് കർണാടക, കുടക് കർണാടകയിലാണ്. വാഗമണ്ണും മൂന്നാറും കേരളത്തിലാണ്. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ 16 എണ്ണമാണ്. ബോർഘട്ട് മുംബൈയെയും പൂനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഘട്ട്. നെക്സ്റ്റ് താൽഘട്ട് മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്നു. താൽഘട്ടിനെ തന്നെ കസറഘട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. കുംബർലി ഘട്ട് സത്താറയെയും രത്നഗിരിയെയും ബന്ധിപ്പിക്കുന്നു. രത്നഗിരി മഹാരാഷ്ട്രയിലാണ്. പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയുമാണ് കേട്ടോ. പാലക്കാട് ചുരത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. നീലഗിരിക്കും ആനമലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 544. NH 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സേലം, എറണാകുളം. NH 544 കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് വാളയാർ, ഇടപ്പള്ളി. ഇനി നമുക്ക് ആര്യങ്കാവ് ചുരം നോക്കാം. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയുമാണ് ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 744. NH 744 ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം, കൊല്ലം. ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുര അല്ലെങ്കിൽ കൊച്ചി, തേനി ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 85. NH 85 ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും ദൊണ്ടി പോയിന്റിനെയുമാണ് കേട്ടോ. താമരശ്ശേരി ചുരം ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. കോഴിക്കോട്, വയനാട് അല്ലേ. താമരശ്ശേരി ചുരം വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 NH 766 ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട്, കൊല്ലകൾ എവിടെയാണ്? മൈസൂരാണ്. ആരുവായ്മൊഴി ചുരത്തിന് അരുൾവായ്മൊഴി ചുരം, ആരംഭോളി ചുരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. തിരുവിതാംകൂറിനെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. ഈ ചുരം ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള ചുരമാണ് അരുൾവായ്മൊഴി ചുരം. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും വയനാടിനെയുമാണ്. ഇനി പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കുർഗിനെയും. ഇനി നെക്സ്റ്റ് പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂര്, വയനാട്ടിലെ മാനന്തവാടി, മൈസൂർ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.